കേരള സമൂഹത്തിൻ്റെ അവസരങ്ങളും ആവശ്യങ്ങളും പ്രശ്നങ്ങളും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വളരെയേറെ വ്യത്യസ്തമാണ്. നാം പണ്ടേ പരിഹരിച്ച പ്രശ്നങ്ങളാണ് പല സംസ്ഥാനങ്ങളും ഇന്ന് നേരിടേണ്ടത്. നമുക്ക് നേരിടേണ്ടതാകട്ടെ മറ്റു പലർക്കും അപരിചിതമായ സാഹചര്യങ്ങളാണ്. സ്കൂളിലേക്ക് എല്ലാ കുഞ്ഞുങ്ങളെയും എത്തിക്കുന്നതാണ് ഇപ്പോഴും പല സംസ്ഥാനങ്ങളുടെയും വെല്ലുവിളി. എന്നാൽ സ്കൂളുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നതും സ്കൂളുകളിലുള്ള ഇൻ്റർനെറ്റ് കണക്ഷൻ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നതുമാണ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ആവശ്യം. ഈ അന്തരത്തെ കൃത്യമായി മനസ്സിലാക്കണം. പുരോഗമന മതേതര മൂല്യങ്ങളാൽ നയിക്കപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥ സമൂഹമാണ് നമുക്ക് വേണ്ടത്. മാറിവരുന്ന സാഹചര്യങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുകയും സാധാരണ മനുഷ്യരുടെ ആവശ്യങ്ങളെ ഉത്തരവാദിത്വത്തോടെ സമീപിക്കുകയും ചെയ്യുന്ന ഉത്തരവാദിത്വപൂർണമായ ഒരു ഉദ്യോഗസ്ഥ സംസ്കാരം നമുക്ക് അനിവാര്യമാണ്. ചിലപ്പോഴെങ്കിലും ഉദാസീനമായ ഭരണനിർവഹണത്തിൻ്റെ ഫലമായി മികച്ച പദ്ധതികൾ പരാജയപ്പെട്ട അനുഭവം നമുക്കുണ്ടായിട്ടുണ്ട്. പദ്ധതികൾ നടപ്പാക്കുന്നതിൽ പിഴവുകൾ ഉണ്ടാകുന്നത് അവയ്ക്കാവശ്യമായ നൈപുണികളും അവ നടപ്പാക്കുന്നതിന് വേണ്ട ഇച്ഛാശക്തിയും ലക്ഷ്യത്തെക്കുറിച്ചുള്ള കൃത്യമായ ധാരണയും ഇല്ലാതെ പോകുന്നതുകൊണ്ടാണ്. നികുതിദായകരുടെ പണം കൊണ്ട് നടപ്പാക്കുന്ന പദ്ധതികൾ വിജയിക്കാതെ പോകുന്നത് നീതീകരിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെ വിഭവ പരിമിതിയുള്ള കേരളത്തെ പോലൊരു സംസ്ഥാനത്ത് അർപ്പണബോധത്തോടെ വികസനക്ഷേമ പരിപാടികൾ നടപ്പിലാക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന ചിന്ത നമ്മെ ഓരോരുത്തരെയും എപ്പോഴും നയിക്കണം. 3 മാസത്തിനുള്ളിൽ പൂർത്തിയാകേണ്ട ഒരു പദ്ധതി 3 വർഷം കൊണ്ട് പൂർത്തീകരിക്കാൻ പ്രത്യേക കഴിവൊന്നും ആവശ്യമില്ല. എന്നാൽ 3 മാസം കൊണ്ട് ലക്ഷ്യത്തിലെത്തേണ്ട ഒരു പ്രവൃത്തി 2 മാസം കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞാൽ അത് ഉദ്യോഗസ്ഥ മികവിൻ്റെ ദൃഷ്ടാന്തം തന്നെയാണ്. എല്ലാ പ്രവൃത്തിയിലും മികവ് ഉറപ്പുവരുത്തുന്ന വിധത്തിൽ ഏറ്റവും കാര്യക്ഷമതയോടെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയണം. ഭരണനിർവഹണ രംഗത്ത് ചില പുത്തൻ കാഴ്ചപ്പാടുകൾ സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചിട്ടുണ്ട്.